ഹായ് ഓൾ, വെൽക്കം ടു ഫാമിലി ഫുഡ് കോർട്ട്. ഞാൻ സ്നേഹ റിനുമോൻ. ഇന്നിവിടെ ഈസി പൊട്ടാറ്റോ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മൈദപ്പൊടി. ആദ്യം തന്നെ പൊട്ടാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ സൈഡിൽ കുറച്ച് വലുതായി ഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ആവുമ്പോൾ ഒത്തിരി നൈസായി പോവും, അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് അത്ര അറിയില്ല. ഞാനിവിടെ കുറച്ച് വലുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് 2-3 പ്രാവശ്യം കഴുകി ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചൊക്കെ കളയണം. അപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ സ്റ്റാർച്ചൊക്കെ പോയി വെള്ളമൊക്കെ ക്ലിയർ ആയി വന്നു. ഇനി നന്നായി പിഴിഞ്ഞ് പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ വിരിച്ച് ഇങ്ങനെ പരത്തിയിടാം. ഇവിടെ ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോ വെച്ച് തന്നെയാണ് 3 തരം സ്നാക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരുമിച്ച് ഉപ്പ് ചേർത്ത് വെക്കാതെ ആവശ്യത്തിനുള്ള പോർഷൻ എടുത്ത് ഉപ്പ് ചേർക്കാം. ആദ്യം തന്നെ മൊത്തത്തിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി വരുമ്പോഴേക്കും പൊട്ടാറ്റോ ഒന്ന് വെള്ളമൊക്കെ ഒലിച്ച് അതിന്റെ ജ്യൂസി ഫ്ലേവർ പോവും. അപ്പോൾ ഇതിന്ന് പാതി എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മൈദപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. അടുത്തത് പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാം. ഇവിടെ മിക്സ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് 2 തരത്തിലാണ് ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ കൈകൊണ്ട് ഉരുട്ടി ഒരു ബോൾ ആക്കി ഇടാം. ഇതിന് മീഡിയം ഫ്ലെയിമിലിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ കോരിയെടുക്കാം. അടുത്തത് ബോൾ ആക്കി ഇടാതെ ഇങ്ങനെ ഉതിരി ഉതിരി ഇടാം. ഇത് പെട്ടെന്ന് റെഡിയാവും, ഒത്തിരി സമയം എടുക്കില്ല. ഇതും ഇനിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ കോരിയെടുക്കാം. ഇപ്പോ ആദ്യത്തെ സെറ്റ് റെഡിയായി. അടുത്തത് ഡീപ് ഫ്രൈ ചെയ്യാതെ പാനിൽ ചുട്ടെടുക്കാണ്. അതിനുവേണ്ടി ദോശക്കല്ല് ചൂടാക്കാൻ വെക്കാം. ഇനി ബാക്കിയുള്ള ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ദോശക്കല്ല് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഒഴിക്കാം. എന്നിട്ട് ചൂടായ ശേഷം ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് പരത്തി കൊടുക്കാം. ഇടുമ്പോൾ കുറച്ച് കട്ടിയിൽ ഇട്ട് കൊടുക്കാം. അപ്പം നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ട് കിട്ടും, ഇല്ലെങ്കിൽ മുറുക്ക് പോലെ ആവും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് ദോശ മറിച്ചിടുന്ന പോലെ മറിച്ചിടാം. ഇനി ഇത് 2-3 മിനിറ്റും കൂടെ വെച്ച് ഈ സൈഡും കൂടെ ഒന്ന് മുറിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.